നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തൊരു വിഷയമുണ്ടെങ്കിലും അതിനെ രണ്ട് തരത്തിൽ കാണുന്ന വിഭാഗക്കാരാണ് നമുക്കിടയിലുള്ളത്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള CPM സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള മരണപ്പെട്ട VS അച്യുതാനന്ദനെതിരെ അതിഗുരുതരമായിട്ടുള്ള വിവാദ പരാമർശങ്ങൾ ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് എന്ന് ഒരു വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇതിനിടെ അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ ചില പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് മുഖമില്ലാത്ത പ്രൊഫൈലുകളിലൂടെ ഉയർന്നു കേൾക്കുന്നത്. അത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയ ഒരു അധ്യാപകനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. നഗരൂർ പോലീസാണ് ഈ നടപടിക്ക് പിന്നിൽ. നഗരൂർ നെടുമ്പറമ്പ് സ്വദേശി അനു വിയെയാണ് നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിട്ടാണ് ഈ പറയുന്ന അനൂപ് എന്ന് പറയുന്ന മാഷ ജോലി ചെയ്തു വരുന്നത്. ഇദ്ദേഹമാണ് ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ VS അച്യുതാനന്ദനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശം നടത്തിയതെന്നാണ് വിവരം. എന്തായാലും പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ മോശമായിട്ടുള്ള വളരെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നതിൽ മുഖമില്ലാത്ത പ്രൊഫൈലുകളുടെ ആ ഒരു അതൃപ്തി അല്ലെങ്കിൽ അവരുടെ ഒരു ധൈര്യം അത് ഇല്ലാതാകാനുള്ള സാധ്യതകൾ പോലീസിന്റെ ഈ ഒരു ഇടപെടൽ മൂലം എന്തായാലും ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അതേസമയം അദ്ദേഹത്തിനെതിരെ, അതായത് VS അച്യുതാനന്ദനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്ന് മുഖമില്ലാത്ത പ്രൊഫൈലുകളിൽ നിന്നൊക്കെ പുറത്തു വരുമ്പോഴും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഏറെ സങ്കടകരമായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് നോക്കിയാൽ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് പോലും VS എന്ന രണ്ടക്ഷരത്തിൽ ആളുകളെ അറിയാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലം തന്നെയാണ്. ജനങ്ങളെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ച നേതാവ്, ജനങ്ങളെ എന്ത് തരത്തിലാണ് അവർക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുക എന്ന് പഠിപ്പിച്ച നേതാവ്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ വിയോഗ സമയത്ത് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയിട്ടുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്രവർത്തിച്ചൊരു നേതാവ് എന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാധാന്യം, അദ്ദേഹം എത്തരത്തിലായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം അതാണ് ഇന്ന് അദ്ദേഹത്തെ കാണാനെത്തിയിട്ടുള്ള ഓരോ ജനങ്ങളുടെയും പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഒരു തരി മണ്ണിടാൻ പോലും സ്ഥലമില്ലാത്ത ഒരവസ്ഥയിലാണ് ആളുകൾ തിങ്ങിക്കൂടി അദ്ദേഹത്തിനൊപ്പം നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. അതായത് അദ്ദേഹം എന്തുമാത്രം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഴചേർന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സർ, അദ്ദേഹം മരണപ്പെട്ടവും ഇതേ രീതിയിലുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. ചാർജ് ചെയ്ത സമയമടക്കം തെറ്റിക്കൊണ്ട്, കാരണം അത്രമാത്രം ജനങ്ങളായിരുന്നു അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നത്. അങ്ങനെ ചാർട്ട് ചെയ്ത സമയമടക്കം തെറ്റി ഒരുപാട് വൈകിയായിരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയത്. ഇപ്പോൾ കാണുന്ന ഒരു സാഹചര്യം എടുത്തു നോക്കുമ്പോൾ ഇവിടെയും സമാന രീതിയിലുള്ള സംഭവങ്ങൾ തന്നെ ഉണ്ടായേക്കാം. കാരണം VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഓർത്ത് ഇനി ഇങ്ങനെ ഒരു നേതാവ് ഈ നാട്ടിൽ ഉണ്ടാകില്ല എന്നത് വ്യക്തമായിട്ട് അറിയുന്ന, വ്യക്തമായിട്ട് പറയുന്ന ആളുകൾ അദ്ദേഹത്തിനെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി റോഡുകളിലൊക്കെ നിരന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കടുത്ത വെയിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ആളുകൾ എത്തിയിരുന്നത്. ഇനിയിപ്പോൾ സന്ധ്യാസമയമായി, ഇനി രാത്രിയാകും. ഈ ഒരു സമയത്ത് പോലും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി റോഡിൽ നിറയെ ആളുകളായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും, ചെറിയ കുഞ്ഞുങ്ങളെ അടക്കം കയ്യിലേന്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. VSന്റെ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ജനങ്ങളെ എല്ലാവരെയും ഇത്തരത്തിൽ ഹൃദയത്തിൽ ചേർക്കാനുള്ള ഒരു പേരായിട്ട് മാറാനുള്ള പ്രധാന കാരണം. അദ്ദേഹത്തിന്റെ ചില പ്രവർത്തന രീതികൾ തന്നെ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു മാതൃക തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മളൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അടുത്ത് ൊക്കെ ഒരു പരാതിയുമായി പോകുമ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവരൊരു സാധാരണഗതിയിൽ ആ ഒരു പരാതി വായിക്കുന്നു, എന്താണ് എന്ന് ചോദിച്ചറിയുന്നു, നടപടിയെടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പരാതി ചുരുട്ടിക്കൂട്ടി കുപ്പയിലിടുന്നു. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ കാലത്തൊക്കെ നമ്മൾ കണ്ടുവരുന്ന പരാതിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയും. നവകേരള സദസ്സിന്റെ സമയത്ത് ഒരുപാട് പരാതികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തിയിരുന്നത്.
ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ആ ഒരു ദൂർത്ത് യാത്ര എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് നമ്മൾ കണ്ടതാണ് പല പരാതികൾക്കും യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല എന്നത്. അതായത് പല പരാതികളും ചവറ്റുകുട്ടയിലേക്കായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല വി.എസ്. അച്യുതാനന്ദന്റെ കാര്യം. പാർട്ടി എതിർത്താൽ പോലും താൻ എടുക്കുന്ന നിലപാട് അതിൽ കൃത്യമായിട്ടുള്ളൊരു വ്യക്തതയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. പാർട്ടിക്കെതിരെ സംസാരിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് ചില വിഷയങ്ങളിൽ മൗനം പാലിക്കുക അങ്ങനെയുള്ള ഒരു തീരുമാനമൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാട് എവിടെയാണെങ്കിലും ശക്തമായി തന്നെ പറയും എന്നതാണ് വി.എസ്. അച്യുതാനന്ദനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത. വെറും 7ാം ക്ലാസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷേ ഈ ഒരു വിദ്യാഭ്യാസ അതിൻ്റെ ഒരു മാനദണ്ഡത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നതൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ തന്നെ അദ്ദേഹം മനസ്സിലാക്കി തന്നു. വിദ്യാഭ്യാസം മാത്രമല്ല, ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിൽ നമ്മൾ സ്വയം ആർജവപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് ഒരു പരാതി ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫയൽ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് ആ ഫയൽ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. 7ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ചില വാക്കുകളും ചില ഇംഗ്ലീഷ് പദങ്ങളും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാകാതെ വരും. അപ്പോൾ അത് എന്താണ് എന്ന് കൃത്യമായിട്ട് അത് അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആ കേസ് കൃത്യമായി പഠിക്കുകയും ആ സംഭവം നടന്ന സ്ഥലത്ത് നേരിട്ടെത്തി അതെന്താണ് എന്ന് വ്യക്തമായി കണ്ടതിന് ശേഷം ഒരു നടപടിയെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് വി.എസ്. അച്യുതാനന്ദൻ്റേത് എന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറഞ്ഞത്. അതായത് വെറുതെ ഒരു നടപടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടൽ, അതല്ല പലപ്പോഴും വി.എസ്. അച്യുതാനന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അർഹതപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് വേണ്ടുന്ന നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രമാത്രം പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. എന്തായാലും ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിട്ടുള്ള ജനങ്ങൾ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ ഓരോരുത്തരും പറയുന്നത് ഇതുപോലൊരു നേതാവിനെ, ഒരു ജനാധിപത്യ നേതാവിനെ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ എന്നത്. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പൂർണ്ണമായി വിളിക്കാൻ പറ്റുന്ന അവസാനത്തെ ആളും മരണപ്പെട്ടു എന്നാണ് ഇങ്ങനെ പ്രതികരിച്ച ഒരാൾ നമ്മളോട് പ്രതികരിച്ചിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖമൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടൊരു കമന്റ് കാണാനിടയായി. ആ ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു. അതായത് ഉമ്മൻചാണ്ടിക്കും വി.എസിനും ജനം കൊടുത്ത അംഗീകാരം, അവരിലെ ഒരാളായി ജീവിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും രാഷ്ട്രീയ സത്യസന്ധത പുലർത്തിയതിനെ കൊണ്ട് മാത്രമാണ് നേരം നിറയുമുള്ള ഈ നേതാക്കന്മാർക്ക് ജനം ഇങ്ങനൊരു യാത്രയയപ്പ് നൽകിയത് എന്ന് പറയുന്നു. അവസാനത്തെ യാത്രയയപ്പ് ഇത്തരത്തിൽ ജനങ്ങൾ ഇനിയൊരു നേതാവിനും കൊടുത്തെന്ന് വരില്ല. മൺമറഞ്ഞു പോയാലും പ്രിയ സഖാവിന്റെ പേര് കേട്ടാൽ പോലും കപട കമ്മ്യൂണിസ്റ്റുകാർ ഞെട്ടും. അടിമകളും കുറച്ച് ഭക്തന്മാരും മാത്രമേ കപട കമ്മ്യൂണിസ്റ്റുകാരുടെ അവസാന യാത്രയ്ക്ക് എത്തുകയുള്ളൂ എന്നതടക്കമുള്ള കമന്റുകൾ. കൂലി കൊടുത്ത് ബംഗാളികളെ അന്ന് ഇത്തരത്തിൽ ഒരു യാത്ര വേണമെങ്കിൽ, അതായത് വി.എസ്. അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിക്കും നൽകിയിട്ടുള്ള തരത്തിലൊരു യാത്രയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഇനിയുള്ള നേതാക്കന്മാർ ഒരു ബംഗാളിയെ അല്ലെങ്കിൽ കുറച്ച് ബംഗാളികളെ കൂലിക്ക് നിർത്തി വേണ്ടി വരും യാത്ര ചെയ്യാൻ എന്ന തരത്തിലുള്ള പരാമർശങ്ങളും കമന്റുകളൊക്കെയാണ് പുറത്തുവരുന്നത്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ജനാധിപത്യ നേതാക്കന്മാരെല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ വ്യക്തമായിട്ടുള്ള പ്രതികരണമാണ് ഇത്തരത്തിലുള്ള കമന്റുകളിലൂടെ പുറത്തു വന്നത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് വി.എസ്. അച്യുതാനന്ദന്റെ ഈ ഒരു വിയോഗവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ചിലർ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു രംഗത്തെത്തുന്നു. വിമർശനങ്ങൾ ശരിയാകാം, അത് അവരുടെ നിലപാടാണ്, നമുക്കതൊന്നും പറയാനുള്ള. പക്ഷേ പറയുന്ന കാര്യങ്ങൾ അത് മറ്റൊരാളുടെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ വൃത്തികെട്ട പരാമർശങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം. എന്തായാലും അത്തരത്തിൽ വി.എസ്. അച്യുതാനന്ദനെതിരെ ഒരു അധ്യാപകൻ തന്നെ ഒരു മോശമായിട്ടുള്ള പ്രതികരണം നടത്തുകയും അതിലൊരു നടപടി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തെ പോലീസ് കൃത്യമായി ഇടപെട്ട് അറസ്റ്റ് ചെയ്തു എന്നാണ് വിവരം. കൊല്ലം നഗരൂരിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമുക്ക് വാർത്തകളിൽ ഓരോന്നും നമ്മൾ കണ്ടത്. വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാവ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, അങ്ങനെ നിരവധി പരാമർശങ്ങൾക്ക്, നിരവധി സവിശേഷതകളോടുള്ള പേരുകൾക്ക് അർഹമായിട്ടുള്ള ഒരു നേതാവ് നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് CPM സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ മരണപ്പെട്ടത്. മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 102 വയസ്സായിരുന്നു.
ഏറെക്കാലമായി രോഗബാധിതയായി വിശ്രമത്തിലായിരുന്ന VSനെ ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ 23-നാണ് നില ഗുരുതരമാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ SUT ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് ചികിത്സകൾ നടന്നു വരികയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏകദേശം 3:30-ഓടെ അദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. 2006 മുതൽ 2011 വരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. 2016-ൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി പ്രവർത്തിച്ചു. 1923 ഒക്ടോബർ 20-ന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മച്ചിയുടെയും മകനായി ജനിച്ച VS 1940 മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായി പ്രവർത്തിച്ചു. ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, CPI ദേശീയ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. 1964-ൽ പാർട്ടി പിളർന്നതോടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി മാറി. 1985 മുതൽ 2009 വരെ CPM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു പ്രവർത്തനം. 3 തവണ സംസ്ഥാന സെക്രട്ടറിയും 2 തവണ പ്രതിപക്ഷ നേതാവുമായിട്ട് നിന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. 1965-ൽ സ്വന്തം തട്ടകമായിട്ടുള്ള അമ്പലപ്പുഴയിലായിരുന്നു നിയമസഭയിലേക്കുള്ള കന്നി മത്സരമുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ KS കൃഷ്ണക്കുറുപ്പിനോട് 2327 വോട്ടിന് തോറ്റ VS 1967-ലാണ് ഇവിടെ നിന്നും കോൺഗ്രസിലെ M അച്യുതാനന്ദനെ 9515 വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായിട്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. 1970-ലും VS വിജയം ആവർത്തിച്ചു. RSPയിലെ KK കുമാരപിള്ളയെ 2768 വോട്ടിനാണ് അദ്ദേഹം അന്ന് തോൽപ്പിച്ചത്. ഇങ്ങനെയുള്ള വിജയ തോൽവി പരാജയ കഥകളൊക്കെ ഒരുപാടുണ്ട് VSുമായി ബന്ധപ്പെട്ട്. പക്ഷേ ജനങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ ഓർക്കുന്നത് ജനങ്ങളുടെ നേതാവായി പ്രവർത്തിച്ചു എന്ന് ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയം മറന്ന് ആർക്കാണോ നീതി വേണ്ടത് അതിനുവേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് VSനെ ഇന്നത്തെ ജനങ്ങൾ കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തുന്ന ഓരോ ജനങ്ങളുടെയും വികാരം.